നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ കൃത്യമായി നമ്മളെ പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഒരുപാട് ഉപ്പമാരായിട്ടുള്ള പുതിയ ഉപ്പമാരായിട്ടുള്ള ചെറുപ്പക്കാരെ ഞാൻ കാണുന്നു. ഓർക്കുക, ആർക്കും നമ്മുടെ മക്കൾ മോശമാകണമെന്ന് ആരും താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ മക്കൾ നന്നാവണമെന്ന് മാത്രമാണ് നമ്മൾ ആരാണെങ്കിലും ആഗ്രഹിക്കുന്നുള്ളൂ. എത്ര വൃത്തികെട്ടവനാണെങ്കിലും എൻ്റെ കുട്ടി നന്നാവണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ ഓർക്കുക, നമ്മുടെ മനസ്സിൽ നമ്മുടെ മക്കൾ എത്ര നന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. നാം നല്ലവരായി അവരുടെ മുമ്പിൽ റോൾ മോഡലായി നിന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ നന്നാവൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. രണ്ട് വീട്ടിലും വിജയികൾ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് മൂന്ന് ആശംസകൾ കൂടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആശംസ അർപ്പിക്കാൻ വേണ്ടി മഹല്ല സെക്രട്ടറി ചെറിയാപ്പുസിയെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആശംസ എന്നുള്ളതാണല്ലോ എന്നിലുള്ള കർത്തവ്യം. അതുകൊണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികൾ വീക്ഷിക്കുവാനും നാട്ടിൽ പുറത്ത് വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെയും നാട്ടിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെയും പരിപാടികൾ കേട്ടാസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഞാൻ സമയം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ഇവിടെ ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്ന അലി ദാരിമിക്കും മുഖ്യ പ്രഭാഷണവും ദുആകർമ്മവും നിർവഹിച്ച ഉസ്താദ് അവർകൾക്കും കുഞ്ഞിപ്പ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്ത കുഞ്ഞിപ്പ മുസ്ലിയാർക്കും ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ മുഴുവൻ സഹോദരന്മാർക്കും ഉമ്മപങ്കന്മാർക്കും ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന മുത്തഅല്ലിമീങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ബാക്കിൽ 3-4 ആശംസകൾ ഉണ്ട്. അവരുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അബ്ദുള്ള ഹജിയും SYS സെക്രട്ടറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ അലി ദാരിമി അവർകളെ, യോഗം ഉദ്ഘാടനം ചെയ്ത കുഞ്ഞിപ്പ മുസ്ലിയാർ, മുഖ്യ പ്രഭാഷണം നടത്തിയ ഇസ്മായിൽ ഫൈലി, മറ്റ് സഹോദരി വിദ്യാർത്ഥിനികളെ, നമ്മുടെ നാട്ടിലെയും അതുപോലെ തന്നെ വിവിധ കോളേജുകളിൽ പോയി പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും അവരുടെ കലാപരമായ കഴിവുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ സംഘാടകരെയും അതുപോലെ തന്നെ പ്രത്യേകം നമ്മുടെ ഉസ്താദിനെയും ഞാൻ ആദ്യമായി പ്രശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഹ്ഫിലെ ഇഷ്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് സൗത്ത് തൃപ്പനച്ചി SYSന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
മഹല്ല് ജിദ്ദ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ നാസർ സാഹിബ് പി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യോഗ അധ്യക്ഷൻ കുഞ്ഞിപ്പോസിലെ അലിദാരിമി, ഉദ്ഘാടകൻ കുഞ്ഞിപ്പോസിലാർ, മുഖ്യപ്രഭാഷണം നമ്മുടെ ഖതീബ് ഉസ്താദുമായ ഫൈസി അവറുകളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ളവർക്ക് പരിപാടി അവതരിപ്പിക്കാനും ഇന്ന് ഞാൻ പേര് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിന് സാധിച്ചിട്ടില്ലെങ്കിലും ഒരാശംസ തന്നതിന് സംഘാടകർക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും പിന്നെ എനിക്കിതിൽ ആശംസ തരേണ്ട ആവശ്യമില്ല. ഞങ്ങളെ ജിദ്ദ KMCC ജിദ്ദ മഹല്ല് കമ്മിറ്റിൻ്റെ നേതാവ് കുഞ്ഞു മുസ്ലിയാരോടുള്ള സ്ഥിതിക്ക് ഞാനൊരു ആശംസ അർഹനല്ല എന്നിരുന്നാൽ എന്നെ ക്ഷണിച്ചത്. ഇങ്ങനെ പരിപാടി നടത്തിയ ഈ പരിപാടിക്കും എല്ലാവിധ ആശംസ നേരുന്നു. അസ്സലാമു അലൈക്കും. സെക്രട്ടറി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ടി പി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസ അറിയിക്കാനാണ് ക്ഷണിച്ചത്. എന്നാലും സാന്ദർഭികമായി SKSSFന്റെ ഔദ്യോഗിക ലാബിലാണ് വിളിച്ചത് എന്നതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നാളെ നേരം വെളുത്താൽ സൗത്ത് തർപ്പനച്ചി പുതിയ ഒരു ചരിത്രത്തിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾ ഭൗതിക തലത്തിൽ +1 +2 പഠിക്കുന്ന ആൺകുട്ടികൾക്കായി പല രൂപത്തിലും ക്യാമ്പസുകളും അതുപോലെ സ്കൂൾ ക്യാമ്പസുകളും കോളേജ് ക്യാമ്പസുകളൊക്കെ മലീമസമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവര് ദീനി ചിട്ടയോടുകൂടി ദീനി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന SKSSFന്റെ ക്യാമ്പസ് വിങ്ങിലേക്ക് പ്രവേശിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ട് മോങ്ങം മേഖല SKSSF നടത്തുന്ന കൊളോക്കിയം എന്ന ഒരു ക്യാമ്പ് ഇൻഷാ അല്ലാഹ് നാളെ 8:30 മുതൽ നമ്മുടെ ഈ മദ്രസ ഹാളിൽ വെച്ച് നടക്കുകയാണ്. +1 +2 പഠിക്കുന്ന മുഴുവൻ ആൺകുട്ടികളും, നമ്മുടെ ഈ യൂണിറ്റിലെ മുഴുവൻ ആൺകുട്ടികളും അതിൽ പേര് രജിസ്റ്റർ ചെയ്ത് ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. അതിനുള്ള ഫോം വിതരണം ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫോമുണ്ട്. ആരെങ്കിലും ഫോം വാങ്ങി ഫില്ല് ചെയ്യാത്തവർ അവരത് വാങ്ങി ഫില്ല് ചെയ്ത് തരണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ SKSSFന്റെ ശാക്തീകരണത്തിന്റെ ഭാഗമായി SKSSF കാരവൻ 2016 എന്ന ഒരു പരിപാടി എല്ലാ യൂണിറ്റിലും സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയും മേഖലാ കമ്മിറ്റിയും നടത്തുന്ന ഒരു ശാക്തീകരണ പരിപാടിയുമായി നാളെ സത്താർ പന്തല്ലൂർ സാഹിബിന്റെ നേതൃത്വത്തിൽ 11 മണിക്ക് പൂക്കളത്തൂർ ക്ലസ്റ്ററിലെ മുഴുവൻ ശാഖ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, അതുപോലെ കൗൺസിലർ എന്നിവരും നാളെ 11 മണിക്ക് ഇവിടെ എത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവർക്കുള്ള ചെറിയൊരു ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ സൗത്ത് തൃപ്പനച്ചി നാളെ നേരം പുലരുമ്പോഴും SKSSFന്റെ ഈ വേദി ഇവിടെ അവസാനിച്ചു പോയാലും വളരെ ദീനച്ചിട്ടയോടുകൂടി നടക്കുന്ന ഒരു മഹല്ലാണ് എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ഈ പരിപാടിക്ക് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ മദ്രസയിൽ നിന്ന് കഴിഞ്ഞു പോയതും നമ്മുടെ മദ്രസയുമായി സഹകരിക്കുന്നതുമായ മുഴുവൻ ആളുകൾക്കും അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ ഈ സംഘടിപ്പിച്ച പരിപാടിക്ക് മുഴുവൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
അവസാനമായി SKSBV സെക്രട്ടറി തൊയ്യബ് KV ആശംസ നൽകിക്കൊണ്ട് ആശംസാ പരിപാടി അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, മറ്റു വിദ്യാർത്ഥികളെ അസ്സലാമു അലൈക്കും. SKSSF സൗത്ത് പഞ്ചായത്തുന്ന മദ്രസ ദർസ് പൂർവ്വ വിദ്യാർത്ഥികളുടെ മീലാദുഘോഷ പരിപാടി നാൾപ്പ് നിലകൊള്ളുന്നത്. ഈ പരിപാടിക്ക് എൻ്റെയും SKSBയുടെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടി നല്ലൊരു വിജയമാകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ രണ്ടാം സെഷന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ആദ്യമായി വേദിയിൽ സമൂഹഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നസീഫ് ആൻഡ് പാർട്ടിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മുടെ പരിപാടി സമയബന്ധിതമായതുകൊണ്ട് പ്രസംഗം 7 മിനിറ്റും ഗാനം 5 മിനിറ്റുമായിരിക്കും. പ്രസംഗിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, 5 മിനിറ്റ് ആയാൽ വാണി ബെല്ലടിക്കുന്നതാണ്. മരുഭൂമിയാമീ ദുനിയാവിൽ മരുപച്ച തേടുന്ന പാപികൾ ഞങ്ങൾ. മരുഭൂമിയാമീ ദുനിയാവിൽ മരുപച്ച തേടുന്ന പാപികൾ ഞങ്ങൾ. മുതുകത്തി പാപത്തിൻ മാറാപ്പുമായി കരളിൻ്റെ രോദനം പാടുന്നു നാദാ. മനസ്സിൻ്റെ രോദനം പാടുന്നു നാദാ. മരുഭൂമിയാമേ ദുനിയാവിൽ മരുപച്ച തേടുന്ന പാപികൾ ഞങ്ങൾ. മുതുകത്തി പാപത്തിൻ മാറാപ്പുമായി മനസ്സിൻ്റെ രോദനം പാടുന്നു നാദാ. മനസ്സിൻ്റെ രോദനം പാടുന്നു നാദാ. യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക, യാ ഹബീബ് സലാം അലൈക, സ്വലവാതുല്ലാഹ് അലൈക. യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക, യാ ഹബീബ് സലാം അലൈക, സ്വലവാതുല്ലാഹ് അലൈക. കൽബിൽ കാണുന്നു മദീന, ചന്ദ്രിക പോലങ്കും സീന. ഇശലായി പാടുന്നു ദീനേനാം, രാഗം മീട്ടുന്നു ഹസീന. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലാഹ് അലൈക്കും. അൽഹംദു പാടി തുടങ്ങാം ഞാൻ തമ്പുരാനേ. ലോകം അജ്ബിനാലെ തീർത്തവരാം ഹദിറല്ലാഹ്. അൽഹംദു പാടി തുടങ്ങാം ഞാൻ തമ്പുരാനേ. ലോകം അജ്ബിനാലെ തീർത്തവരാം റാസിഖല്ലാഹ്.
അകവും പുറവും അറിയുന്നോൻ നിൻ പൊരുളെല്ലാം കാണുന്നോൻ അകവും പുറവും അറിയുന്നോൻ നിൻ പൊരുളെല്ലാം കാണുന്നോൻ റാഹിമേ യാ റാസിഖേ റാഹിമേ യാ റാസിഖേ അൽഹംദു പാടി തുടങ്ങാം ഞാൻ തമ്പുരാനേ ലോകം അജബിനാലെ തീർത്തവരാം കൽബിലണഞ്ഞൂടെ ഹബീബ് കനവിൽ വന്നോടെ കരള് പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ കാത്തു കിടക്കാം ഞാൻ ഹബീബെ കനവിൽ വന്നോടെ എന്റെ രാവിൽ വന്നോടെ എന്റെ കൽബിലണഞ്ഞോടെ കൽബിലണഞ്ഞോടെ ഹബീബെ കനവിൽ വന്നോടെ കരട് പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ കാത്തു കിടക്കാം ഞാൻ ഹബീബെ കനവിൽ വന്നൂടെ എന്റെ രാവിൽ വന്നൂടെ എന്റെ കൽബിലണഞ്ഞൂടെ പുന്നാര പൂമുഖം കണ്ടവരെല്ലാരും തേടി വച്ചല്ലോ ഭാഗ്യം ഞാനെന്തൊരു ശൂന്യം ശിഷ്ടകാലം പിന്നിട്ടു എന്റെ ഈ ജീവിതം ഒന്നാം മുഖം കാണാൻ ഇല്ല വിയോഗം എന്റെ പ്രേമം അങ്ങോടാണ് വൈകാതൊന്ന് വിളിച്ചിടണേ എന്നോടുള്ള പിണക്കം മാറ്റി എൻ കനവിൽ കുളിരേകിടണേ എന്റെ പ്രേമം അങ്ങോടാണ് വൈകാതൊന്ന് വിളിച്ചിടണേ എന്നോടുള്ള പിണക്കം മാറ്റി എൻ കനവിൽ കുളിരേകിടണേ കൽബിലണഞ്ഞോടെ ഹബീബെ കനവിൽ വന്നോടെ കരള് പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ യാ റസൂലല്ലാഹി വഖുദ്വതനാ ലൻ നതഅൽ വറബ യുദന്നിസുനാ ലൻ നർബൻ അബദൻ ഇല്ലതനാ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹി വഖുദ്വതനാ لن نتعل الغرب يدنسنا لن نربا أبدا علتنا يا رسول الله سنحقم قيد معاسينا وندخ صون عادينا ونزمجر مستعالينا لرسول الله يا رسول الله وقدوتنا لن نتعل غرب يدنسنا لن نربا أبدا علتنا يا رسول الله സുരഗന്ധിപ്പൂവിരിഞ്ഞ സുഗന്ധം വന്നു ശരഫുറ്റ തിങ്കൾ എൻ്റെ മനസ്സിൽ വന്നു ഇഷ്കിൻ നിറഗീതത്തിൻ സ്വരമുയർന്നു ഇരുളിൽ നിന്നും എന്നിൽ പ്രകാശം തന്നു സുഗന്ധിപ്പൂവിരിഞ്ഞ സുഗന്ധം വന്നു ശരഫുറ്റ തിങ്കൾ എൻ്റെ മനസ്സിൽ വന്നു ഇഷ്കിൻ നിറഗീതത്തിൻ സ്വരമുയർന്നു ഇരുളിൽ നിന്നും എന്നിൽ പ്രകാശം തന്നു കൽബിൽ പൂന്തിങ്കൾ വന്നാൽ മദ്ഹിൻ ഗീതമുയരും സ്നേഹപ്പൂവിടർന്നാൽ ഹാരം എന്നിൽ നിറയും കൽബിൽ തിങ്കൾ വന്നാൽ മദ്ഹിൻ ഗീതമുയരും സ്നേഹപ്പൂവിടർന്നാൽ ഹാരം എന്നിൽ നിറയും സുരഗന്ധിപ്പൂവിരിഞ്ഞ സുഗന്ധം വന്നു ശരഫുറ്റ തിങ്കൾ എൻ്റെ മനസ്സിൽ വന്നു ഇഷ്കിൻ നിറഗീതത്തിൽ സ്വരമുയർന്നു ഇരു
ഇരുളിൽ നിന്നും എന്നിൽ പ്രകാശം തന്നു. മദീന ശരീഫിൽ വാഴും മഹിയാക ശാന്തിയേകും യാ റസൂലല്ലാഹി അഭിവന്ദ്യ റോജാ യാ റസൂലല്ലാഹി മദീന ശരീഫിൽ വാഴും മദീന ശരീഫിൽ വാഴും മഹിയാക ശാന്തിയേകും യാ റസൂലല്ലാഹി അഭിവന്ദ്യ റോജാ യാ റസൂലല്ലാഹി അഭിവന്ദ്യ റോജാ യാ റസൂലല്ലാഹി മദീന ശരീഫിൽ വാഴും മദീന ശരീഫിൽ വാഴും മഹിയാക ശാന്തിയേകും യാ റസൂലല്ലാഹി അഭിവന്ദ്യ റോജാ 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 യാ റസൂലല്ലാഹി. അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിയിൽ നാസിക് സി ഒരു ഗാനം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഹോരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതെരിയായെങ്കിൽ മുത്ത് ബിലാലിന്റെ ബാങ്കുലി പരത്തണ് കാറ്റലയാണെങ്കിൽ നൊമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിൽ അന്ന് പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഹോരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതെരിയായെങ്കിൽ സത്യ മുഹമ്മദ് വിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും പൊരിയിലെ പൊൻകിളിയായില്ല സത്യ മുഹമ്മദ് വിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും പൊരിയിൽ പൊൻകിളിയായില്ല വീരഭദ്ര ശൂതാക്കളെ കയ്യിലെ വാൾമുനിയായില്ല ചൊരിതരായ തങ്ങളെ വീരം കിട്ടിയില്ല ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഹോരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതെരിയായെങ്കിൽ പുണ്യപ്പൊരുളാൽ ഖുർആൻ കേട്ടേറാകുകയായില്ല മുളകപ്പൊലിവാൽ സംസം നാട്ടിലെ ഒട്ടകമായില്ല പുണ്യപ്പൊരുളാൽ ഖുർആൻ കേട്ടേറാകുകയായില്ല
ഉലകപ്പൊലിവാൾ സംസം നാട്ടിലെ ഒട്ടകമായില്ല. അൻസാരി തങ്ങളെ ആശ്രിതമാകാൻ ഭാഗ്യവും കിട്ടിയില്ല. അഷ്റഫുൽ ഹൽക്കിന്റെ പൂമൊഴി കേൾക്കാൻ ഭാഗ്യവും കിട്ടിയില്ല. ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ, ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ. മക്കത്തെ പൂത്തരു ഈന്തമരത്തിലെ ഹോരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടക്കുന്ന വഴിയിലെ മൺതെരിയായെങ്കിൽ മുത്ത് ബിലാലിന്റെ ബാങ്കുലി പരത്തണ കാറ്റലയാണെങ്കിൽ നമ്പരാം അമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിൽ, അന്ന് പിറന്നെങ്കിൽ. മക്കത്ത് പൂത്തരു ഈന്തമരത്തിലെ ഹോരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതെരിയായെങ്കിൽ. റമീസ് എം ഒരു ഗാനം, അതിനുശേഷം മുർഷിദ് ഒരു ഗാനം, ഡാനിഷ് ടി പി ഒരു പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. نشهد هدانا مقصد مراد اللهم صل على رسولنا ഈമാനിൻ തണലി അയകിന്റെ റഹ്മാനേ കാരുണ്യവാനിനെ സുബ്ഹാനേ രാജാധിരാജനെ പെരിയോനേ ഈമാനിൻ തണലി അയകിന്റെ റഹ്മാനേ കാരുണ്യവാനിനെ സുബ്ഹാനേ രാജാധിരാജനെ പെരിയോനേ നിത്യവും 5 നേരം വണങ്ങുന്നു ഞാനല്ലാഹ് നേരിന്റെ പാത തന്നെ നയിക്കണേ അല്ലാഹ് നന്മകൾ ചൊരിയണേ മന്നാനേ റാഹത്ത് കനിയണേ ഹന്നാനേ ഈമാനിൻ തണലിൽ അയകിന്റെ റഹ്മാനേ കാരുണ്യവാനിദേ സുബ്ഹാനേ രാജാധിരാജനെ പെരിയോനേ ഈ 7 ലോകങ്ങൾ പടച്ചുള്ള റബ്ബല്ലേ തീരാത്ത ദുഃഖങ്ങൾ മാറ്റുന്നില്ലാവല്ലേ ആരാധന കരകൻ നീ മാത്രമാണല്ലോ ആരംഭമെന്നും നൽകണേ അല്ലാഹ് നോവുകൾ തീർക്കുന്ന സ്വർഗത്തിൽ ചേർക്കുന്ന നീറുന്ന കൽബിന്റെ രക്ഷകൻ നീ അല്ലാഹ് പാപിയെ എന്നും തുണക്കൂ പാപങ്ങളെല്ലാം പൊറുക്കൂ അല്ലാഹുമ്മ യാ മലാദിന യാ
എന്റെ റഹ്മാനേ കാരുണ്യ വാലിദേ സുബ്ഹാനേ രാജാധിരാജനെ പെരിയോനേ നിസ്കാരപ്പായി കണ്ണീരു വീണല്ലോ മരണത്തെ ഓർത്തോർത്തു ചിരിമാഞ്ഞു പോയല്ലോ ഇടനെഞ്ചും പിടയുമ്പോൾ മനമനൊന്ന് പോകുമ്പോൾ കരളൊരുകി കൈ നീട്ടി നാദാ ഞാൻ തേടുന്ന റൂഹ് പിരിയുമ്പോൾ കബറിൽ ഞാൻ തേടുമ്പോൾ തേടും കുടുംബത്തിൽ നൊമ്പരം തീർക്കുന്നു പാപിയെന്നും തുണക്കൂ പാപങ്ങളെല്ലാം പൊറുക്കൂ അല്ലാഹുമ്മ യാ മലാദിനയാ ഈമാനിൻ തണലിൽ എന്റെ റഹ്മാനേ കാരുണ്യവാലിദേ സുബ്ഹാനേ രാജാധിരാജനെ പെരിയോനേ നിത്യവും 5 നേരം വണങ്ങുന്നു ഞാനല്ല നേരിന്റെ പാദമെന്നിൽ നയിക്കണേ യാ അല്ലാഹ് നന്മകൾ ചൊരിയണേ മന്നാനേ റാഹത്ത് കനിയണേ ഹന്നാനേ ഈമാനിൻ തണലിൽ എന്റെ റഹ്മാനേ കാരുണ്യ വാലിദേ സുബ്ഹാനേ രാജാധിരാജനെ പെരിയോനേ മുർഷിദിക്ക് ഒരു ഗാനം. അസ്സലാമു അലൈക്കും. സുഗന്ധ കാതർ പൊരുളി ശൈലകൾ പാടി സുഗന്ധ കാതർ പൊതു ഹർഷമിലാടി സുഗന്ധ മലർ തിങ്കൾ നബിയവരായി സുബഹി റബിയൽ അവലിലായി സുഗന്ധ കാതർ പൊരുളി ശൈലകൾ പാടി സുഗന്ധ കാതർ പൊതു ഹർഷമിലാടി സുഗന്ധ മലർ തിങ്കൾ നബിയവരായി സുബഹി റബിയൽ അവലിലായി ചെങ്കിലെങ്കും പഞ്ചമേരി ചെങ്കിലാമിന ജന്മമേകി ചമ്പപ്പൂ അമ്പ്യർ വമ്പർ വന്നിടവേ ചെങ്കിലെങ്കും പഞ്ചമേരി ചെങ്കിലാമിന ജന്മമേകി ചമ്പപ്പൂ അമ്പ്യർ വമ്പർ വന്നിടവേ ചുക്കർപാടി ലോകമെല്ലാം സുമമേറുമാറ്റിടല്ല യാസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോഹ നെഞ്ചി വിളങ്ങിന നൂറുള്ള ആമീൻ സല്ലല്ലാഹു യാസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോഹ നെഞ്ചി വിളങ്ങിന നൂറുള്ള ആമീൻ സല്ലല്ലാഹു സുഗന്ധ കാതർ പൊരുളി ശൈലകൾ പാടി സുബർഗ കാതർ പൊതു ഹർഷമിലാടി സുഗന്ധ മലർ തിങ്കൾ നബിയവരായി സുബഹി റബിയൽ അവലിലായി സ്വർഗഹോറികൾ പാറി വന്നേ സൽസമത്തായി വാഴ്ത്തിടുന്നേ സ്വർഗഹോറികൾ പാറി വന്നേ സൽസമത്തായി വാഴ്ത്തിടുന്നേ സ്വാഗതം അംലാക്ക് നേർന്നേ സുഭജിതങ്ങൾ പാടിടുന്നേ സ്വാഗതം അംലാക്ക് നേർന്നേ സുഭജിതങ്ങൾ പാടിടുന്നേ അമ്പിളിയായി ഇമാമേകും ചമ്പമേൽ ചമ്പമേകും ചമ്പമേൽ അമ്പിയർ വമ്പർ കതിരാമേ അമ്പിളിയായി ഇമാമേകും ചമ്പമേൽ ചമ്പമേകും അമ്പിയരിൽ അമ്പിയർ വമ്പർ കതിരാമേ യാസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോഹ നെഞ്ചി വിളങ്ങിന നൂറുള്ള ആമീൻ സല്ലല്ലാഹു
യാസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ നെറ്റി വിളങ്ങിന നൂറുള്ള ആമീൻ സല്ലല്ലാഹ് സുഗന്ധ കദർ പോലുള്ള ശലുകൾ പാടി സുഗന്ധ കദർ പൊതു ഹർഷമിലാടി സുഗന്ധ മലർ തിങ്കൾ നബിയവരായി സുബഹി റബിയിൽ അവ്വലിലായി ചങ്കിലെങ്കും പഞ്ചമേലി ചങ്കിലാമിന ജന്മമേകി ചമ്പപ്പൂ അമ്പർ വബ്ബർ വന്നിടവേ ചങ്കിലെങ്കും പഞ്ചമേലി ചങ്കിലാമിന ജന്മമേകി ചമ്പപ്പൂ അമ്പർ വബ്ബർ വന്നിടവേ ശുക്ർ പാടി ലോകമെല്ലാം സുതി വാഴ്ത്തിലോതിയല്ല യാസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ നെഞ്ചി വിളങ്ങിന നൂറുള്ള ആമീൻ സല്ലല്ലാഹ് യാസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ നെഞ്ചി വിളങ്ങിന നൂറുള്ള ആമീൻ സല്ലല്ലാഹ് സുഗന്ധ കദർ പോലുള്ള ശലുകൾ പാടി സുഗന്ധ കദർ പൊതു ഹർഷമിലാടി സുഗന്ധ മലർ തിങ്കൾ നബിയവരായി സുബഹി റബിയിൽ അവ്വലിലായി ഏറുമാറങ്ങൾ തുറന്ന് ഏറ്റമേറ്റം ചന്തമർന്ന് ഏറുമാറങ്ങൾ തുറന്ന് ഏറ്റമേറ്റം ചന്തമർന്ന് അയക് സുവനം പൂത്തുവാനേ മർഹബകൾ പാടുവാനേ അയക് സുവനം പൂത്തുവന്നേ മർഹബകൾ പാടുവാനേ അമ്പളിയാ ഇമാമേ ചമ്പമിൽ മുമ്പരിമ്പ ചമ്പമിൽ മുമ്പരിമ്പ കതിരാമേ അമ്പളിയാ ഇമാമേ ചമ്പമിൽ മുമ്പരിമ്പ ചമ്പിയരിൽ അമ്പിയർ കതിരാമേ ശുക്ർ പാടി ലോകമെല്ലാം സുമവാത്തിലോതിയല്ല യാസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ നെഞ്ചി വിളങ്ങിന നൂറുള്ള ആമീൻ സല്ലല്ലാഹ് യാസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ നെഞ്ചി വിളങ്ങിന നൂറുള്ള ആമീൻ സല്ലല്ലാഹ് സുഗന്ധ കദർ പോലുള്ള ശലുകൾ പാടി സുഗന്ധ കദർ പൊതു ഹർഷമിലാടി സുഗന്ധ മലർ തിങ്കൾ നബിയവരായി സുബഹി റബിയിൽ അവ്വലിലായി സുഗന്ധ കദർ പോലുള്ള ശലുകൾ പാടി സുബർഗ കദർ പൊതു ഹർഷമിലാടി സുഗന്ധ മലർ തിങ്കൾ നബിയവരായി സുബഹി റബിയിൽ അവ്വലിലായി. അസ്സലാമു അലൈക്കും. അടുത്തതായി ദാറുൽ ഹുദ വിദ്യാർത്ഥി ദാനിഷ് TP ഒരു പ്രസംഗം, ശേഷം നുഫൈൽ കവി ഒരു ഗാനം, മുഹമ്മദ് സഹദ് KT കഥ. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ മുമ്പിൽ ബഹിഷ്ഠരായ വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ എഴുന്നേറ്റുന്നതിൻ്റെ ഉദ്ദേശ്യം, ഇന്ന് നമ്മുടെ ഇന്ത്യ വേറൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടന എങ്ങനെയാണ് ഇന്ത്യ കൊണ്ടു നടക്കേണ്ടത് എന്നുള്ള ഒരു പഠനം, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യക്ക് അന്ന് 1946 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ഇന്ത്യക്ക് ഉറപ്പായപ്പോ, ഏകദേശം ഉറപ്പായി ഇന്ത്യക്ക് ഏതായാലും സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന്. അപ്പോൾ ബി.ആർ. അംബേദ്കർ ചെയർമാനായിക്കൊണ്ട് 300-ൽ പരം ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സഭയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എങ്ങനെയാണ് വരും കാലത്ത് നടക്കേണ്ടതെന്ന് വളരെ കൃത്യമായി, വളരെ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാക്കി തന്നു. അത് 3 വർഷം കൊണ്ട് അവരെല്ലാം പ്ലാൻ ഇട്ടിരുന്നത് 3 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെ 1946 ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കൽ പ്രവർത്തനം
വിഷയം ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്ന വിഷയം. മുസൽമാനും ഇന്ത്യയും എന്നുള്ള വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ എഴുതിയിരുന്നത്. സുഹൃത്തുക്കൾ, പരസ്പരം തോളോട് ചേർന്ന് നിൽക്കേണ്ട നമ്മുടെ ഇന്ത്യ ഫാഷിസത്തിന്റെ വിളവെടുപ്പുകൾ ഇന്ത്യയിൽ നടത്തുന്നവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യയിൽ പരസ്പരം തോളോട് ചേർക്കേണ്ട നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ന്യൂനപക്ഷം വളരെ തകർന്നടിഞ്ഞു പോവുകയാണ്. നമ്മുടെ ഇന്ത്യ വേറെ ഏതോ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോ അതിൽ ഒരു വലിയ ഹെഡിങ് ആയിരുന്നു സെക്യുലറിസം എന്നുള്ളത്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ആ സെക്യുലറിസം ഉണ്ടാക്കാൻ മൂന്ന് കാരണമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 കാരണം വലിയ കാരണവും ഒരു കാരണം രണ്ടാമത്തെ കാരണത്തിന്റെ അടിസ്ഥാനമായി വരുന്നതുമായിരുന്നു. അതിൽ ഒന്നാമത്തെ കാരണം അന്ന് അംബേദ്കറെല്ലാം കൂടി ചേർന്നുകൊണ്ട് അവിടെ തീരുമാനിച്ചു, ഇനി വരുന്ന കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപക്ഷെ മുസ്ലിങ്ങൾ തകർന്നു പോയേക്കാം, അല്ലെങ്കിൽ ഹിന്ദുക്കൾ തകർന്നു പോയേക്കാം, അല്ലെങ്കിൽ ബുദ്ധിസം തകർന്നു പോയേക്കാം. അതുകൊണ്ട് തന്നെ ഒരു മതം മറ്റൊരു മതത്തിന്റെ ആധിപത്യം ചെലുത്തുമെന്ന് പേടിച്ചുകൊണ്ടാണ് സെക്യുലറിസം ഉണ്ടാക്കാനുള്ള ആദ്യ കാരണം. രണ്ടാമത്തെ കാരണം, ഒരു മതം ഇപ്പോൾ മുസ്ലിമിലുള്ള ഒരു മനുഷ്യന് ഹിന്ദുവിലുള്ള രാമായണം വായിക്കാം, ഹിന്ദുവിലുള്ള ഒരു മനുഷ്യന് നമ്മുടെ ഖുർആൻ വായിക്കാം. അതെല്ലാം നമ്മുടെ സെക്യുലറിസം ഇന്ന് മനുഷ്യർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ അത് നടക്കുന്നുണ്ടോ എന്ന് ഒരു സംശയമാണ്. കാരണം ഇന്ത്യയിൽ സെക്യുലറിസം ഒരു മനുഷ്യന് തന്റെ വേറെ ഏതൊരു മതത്തിലേക്ക് പോകാനുള്ള ഒരു അവകാശം ഒരു മനുഷ്യന് സെക്യുലറിസം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇത് തകർന്നടിഞ്ഞു പോവുകയാണ്. കാരണം മുമ്പ് നമ്മൾ പത്രത്തിൽ വായിച്ചതുപോലെ ഫൈസൽ വധം ഒരു കേസായി മാറിയ ഫൈസൽ വധം. കാരണം ഫൈസൽ എന്നുള്ള മനുഷ്യൻ മുസ്ലിമായിക്കൊണ്ട് ഹിന്ദുവിൽ നിന്ന് മുസ്ലിമായി. അങ്ങനെ ഫൈസലിനെ ആളുകൾ ഫാസിസത്തിന്റെ ആളുകൾ വന്നുകൊണ്ട് റോഡിന്റെ നടുവിലിട്ടുകൊണ്ട് വെട്ടിച്ചീന്തുകയായിരുന്നു. ഇതിന്റെ അർത്ഥം നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് സെക്യുലറിസം കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലറിസം ഇത് നടന്നു പോകുന്നില്ല എന്നാണ്. അപ്പുറത്താണ് ഉള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എന്താണ് ജോലി? 4-ാം വയസ്സിൽ ചായ വിറ്റുകൊണ്ട് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാത്രി കൊണ്ട് ഞാൻ പൈസ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഞാനിതാ ഇവിടെ നിർത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഡി നമ്മുടെ ടിവിയിലെല്ലാം പറയുകയുണ്ടായി. ഇതിന് മുമ്പിൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഇതുപോലുള്ള ഓരോ സംഭവങ്ങളും നമ്മുടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം വളരെ ബുദ്ധിപൂർവമായിരുന്നു അതെല്ലാം കൊണ്ടുവന്നത്. ഒരിക്കൽ അവർ ചെയ്തിരുന്നത് ഒരു വട്ടം കുറച്ചു കൊണ്ടുവരും, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നറിയാൻ. പക്ഷേ മോഡി കൊണ്ടുവന്നത് ഒരു പൊട്ടൻ ചെയ്യുന്നത് പോലെ നേരെ മനസ്സിൽ തോന്നുന്നതെല്ലാം നേരെ എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് കാട്ടിലൂടെ ഭക്ഷണം തേടി അല്ലെങ്കിൽ നടക്കുന്ന മൃഗങ്ങളെ പോലെ ഇന്ന് മനുഷ്യർ ഭക്ഷണത്തിനും